പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഹോളി ഹോം ഈ പ്രോജക്റ്റിലെ പങ്കുകാരാകുന്ന എല്ലാവരെയും, പ്രിയപ്പെട്ട ഷിബുവിനെയും ഷിജുവിനെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ വളരെ നന്ദിയോടും സ്നേഹത്തോടും ആദരവും കൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അസാധാരണമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ച, ശക്തിപ്പെടുത്തി വർഷങ്ങളോളം ഒരു മുടക്കവുമില്ലാതെ സ്ഥിരതയോടുകൂടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീർത്ഥയാത്രയെ പ്രതി നല്ല തമ്പുരാന് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങൾ സഭയിൽ ഉണ്ടാകട്ടെ, അതിന് പ്രചോദനമാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി ദിവസം ഉയർത്തുകയും ചെയ്യുന്നു. കഴിവുള്ളവത്തിലെല്ലാം നിങ്ങളുടെ ഒപ്പം ആത്മീയമായിട്ട് കൂടുതൽ ഉണ്ടാകാം എന്ന് വാഗ്ദാനവും ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഷിജു എൻ്റെ അടുക്കൽ പറഞ്ഞത് ദൈവപരിപാലനയെ കുറിച്ച് അല്പനേരം ഒന്ന് സംസാരിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ലഭിക്കും. ഇത് കർത്താവ് നൽകിയിരിക്കുന്ന സത്യമായ വചനമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരാറുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങളെ, മറ്റുള്ളവരെ നമ്മളെ പരിഗണിക്കാതെ വരുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, ശാരീരിക രോഗങ്ങള്, ഒറ്റപ്പെടലുകള്, അപമാനങ്ങളെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെയധികം അസ്വസ്ഥരായിട്ട് ദൈവപരിപാലനയെ കുറിച്ച് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നുവെന്ന് അറിയാതെ മനസ്സിലും പുറമേയുമൊക്കെ നമ്മൾ ചോദിക്കുന്ന വ്യക്തികളാകും. വീണ്ടും ദൈവപരിപാലനയിലേക്ക് തിരിച്ചു പോകാൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവത്തിലെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് യെശയ്യാ പ്രവാചന പുസ്തകം 40-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ തിരുവചനമാണ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ വായിച്ച് ശക്തി പ്രാപിക്കേണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചേരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്നത്. വീണ്ടും യെശയ്യാ പ്രവാചകനോട് ദൈവമായ കർത്താവ് 41-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇത് സത്യമായ തിരുവചനമാണ്. ഈ തിരുവചനം നമ്മളെ ജീവിതത്തിലെ അനുഭവമാക്കുവാനായിട്ട് 2-3 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന ചിന്ത നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. ഒന്ന്, ദൈവപരിപാലനം അനുഭവിക്കുവാനായിട്ട് നമ്മളിലുള്ള തിന്മകളെ നമ്മൾ ന്യായീകരിക്കാതെ അതിനെ ഓർത്ത് അനുദപിക്കണം. തിന്മ എത്ര ചെറുതായാലും അത് ദൈവകൃപയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് തിന്മയെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാതിരിക്കുക. തിന്മയെ ന്യായീകരിച്ചുള്ള പ്രശ്നം, തിന്മ വളരും, അത് നമ്മളെ കീഴടക്കാൻ തുടങ്ങും. തിന്മയെ ഓർത്ത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ന്യായീകരിക്കുക, അതിനെ ഓർത്ത് അനുദപിക്കുക, ദൈവത്തിന്റെ കരുണയും കൃപയും തേടുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തിന്മയ്ക്ക് എതിരായിട്ട് പരിഹാരം ചെയ്യാനായിട്ടും നന്മയിലുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടും സുഹൃതങ്ങൾ പാലിക്കാനായിട്ടുമുള്ള നമ്മുടെ തീരുമാനം. അത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിന്മയെക്കുറിച്ച് വെറുതെ അനുദപിച്ച് അനുതാപം ശരിയായ ദിശയിലുള്ളതാണ് എങ്കിൽ പുണ്യങ്ങളുടെ വളർച്ച, തിന്മയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളെ, തിന്മ ഉപേക്ഷിക്കല്, നന്മയെ സ്വീകരിക്കല് അത്യാവശ്യമാണ്. അതുകൊണ്ട് അനുതാപം നമ്മളെ പ്രവർത്തന പദത്തിലേക്ക് എത്തണം, പരിഹാരം ചെയ്യാൻ പ്രേരിപ്പിക്കണം, നന്മയുള്ള ജീവിതത്തിന് പ്രേരിപ്പിക്കണം, സുഹൃതങ്ങളിൽ വളരണം. ആ തിന്മയ്ക്കെതിരായിട്ടുള്ള സുഹൃതങ്ങൾ പ്രത്യേകമായിട്ട് പരിശീലിക്കുകയും വേണം. അങ്ങനെ നമ്മൾ നന്മയിൽ വളർന്ന് കാണിച്ചു കൊടുക്കേണ്ടത്, ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. മൂന്നാമതായിട്ട് ദൈവപരിപാലനം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പങ്കുവയ്ക്കുന്ന ഒരു ജീവിതമായിരിക്കണം. നമുക്ക് പങ്കുവയ്ക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ അറിവ്, സമയം, പ്രാർത്ഥന, അനുഭവങ്ങളെ, സമ്പത്ത്, ഇങ്ങനത്തെ
വിവിധ കഴിവുകൾ, ഇവയൊക്കെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വരും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് സമയം മറ്റുള്ളവരുമായിട്ട്, ഏറ്റവും വേദനിക്കുന്നവരുമായിട്ട് സമയം പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ നമുക്കുള്ള അറിവും സമയവും കഴിവും പ്രാർത്ഥനയും സമ്പത്തും ഒക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ പങ്കുവയ്ക്കുന്നവരായിത്തീരുക. പങ്കുവയ്ക്കൽ സ്വഭാവം ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറയുമാണ്. നമ്മുടെ ദൈവം ത്രിത്വമാണ്. പങ്കുവയ്ക്കലിന്റെ മനോഹാരിത നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരും പങ്കുവയ്ക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്ന മാതൃകയുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ക്രൈസ്തവ ജീവിതത്തിലെ നൂറ്റാണ്ടുകളായി സഭ പങ്കുവയ്ക്കുന്ന ജീവിതങ്ങളെ എവിടെയൊക്കെ ശക്തമാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ സന്തോഷവും കൂടുതൽ സമാധാനവും സ്നേഹവും ഐക്യവുമൊക്കെ പകർന്നു കൊടുക്കുന്ന നമുക്ക് കാണും. അപ്പൊ നമുക്ക് ഉള്ളത് ഒക്കെ എന്തായാലും അത് പങ്കുവയ്ക്കാൻ, അത് കുടുംബത്തിൽ പങ്കുവയ്പ്പിൽ കൂടുതൽ ശക്തമാകട്ടെ. കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് നമുക്ക് എടുക്കുന്നവരുമായി തീരുകയും ചെയ്യാം. നാലാമതായിട്ട് ദൈവ വരുവാൻ അനുഭവിക്കാനായിട്ട് എല്ലാറ്റിലും ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവർ. എല്ലാറ്റിലും ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും സമ്പത്തുണ്ടായാലും ദാരിദ്ര്യമുണ്ടായാലും ഒറ്റപ്പെടലുണ്ടായാലും കൂട്ടായ്മയുണ്ടായാലും എല്ലാറ്റിലും നമുക്ക് ദൈവത്തെ മഹത്വം. കാരണം എല്ലാറ്റിലൂടെയും ദൈവം നമ്മളെ വഴി നടത്തുന്നുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് ദൈവത്തിന്റെ ഒരു പരിപാലന വഴി നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവാണ് കരം പിടിച്ചിരിക്കുന്ന തിരുവചനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പരിപാലനെ പ്രതി നല്ല തമ്പുരാനെ നന്ദി പറഞ്ഞ് എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള നമ്മുടെ ഒരു പരിശ്രമം നമ്മളെ ദൈവകൃപ പരിപാലനം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കും. ഈശോ പറയുന്നുണ്ടല്ലോ, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈശോ നമ്മളെ വഴി നടത്തും, തീർച്ച പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആഴമായ ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നുണയനാണ്. നമുക്ക് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ധാരാളം ബലഹീനതകളുണ്ട്. ഏത് സ്ഥാനത്തിരുന്നാലും ശരി, ബലഹീനതയുള്ള വ്യക്തിയാണ്. കാരണം മനുഷ്യൻ ബലഹീനനാണ്. അവന് ഒന്നല്ലെങ്കിലും പല ബലഹീനതകളെ, കുറവുകളെ അവന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ അവൻ എന്നോട് അരുളി ചെയ്തു. തിരുവചനം പറയുകയാണ്, കൊരിന്തോസർക്ക് 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ചും പ്രശംസിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ബലഹീനത അയ്യോ എന്ന് വെക്കാനുള്ളതല്ല, എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. കാരണം എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രതി ഞാൻ പ്രശംസിച്ച് പറയും. തിരുവചനം വീണ്ടും ഓർപ്പെടുത്തുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ദൈവം നിങ്ങളെ പരിപാലിക്കുന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ധാരാളം അനുഭവങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തുതി. കൂടുതൽ വിശുദ്ധിയോടുകൂടി വ്യാപരിച്ചുകൊണ്ട്, കൂടുതൽ സുഹൃതങ്ങൾ വളർന്നുകൊണ്ട്, തിന്മകളെ ഓർത്ത് അനുദപിച്ച് പരിഹാരം ചെയ്ത് പങ്കുവയ്ക്കുന്ന സ്വഭാവം നമ്മളെ ശക്തിപ്പെടുത്തി എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദൈവപരിപാലനയുടെ ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് എല്ലാവർക്കും മാറാം. തമ്പുരാന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ കൃത്യമായ മധ്യസ്ഥം നിങ്ങളുടെ കൂടുതലുണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിന് പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവ്, ദൈവം എങ്ങനെയാണോ അദ്ദേഹം പിതാവിനെ വഴി നടത്തി, അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും വഴി നടത്തട്ടെ. അതിനുള്ള മധ്യസ്ഥം അദ്ദേഹം പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തില് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കട്ടെ. നമ്മളുടെ ഓരോരുത്തരും പേരിന്റെ പുണ്യവാന്മാരെ, കാവൽ മാലാഖമാരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവിന്റെ കരുണയും കൃപയും നിങ്ങളെ നിത്യം അനുഗമിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നവമായ വിഷയവും ശക്തീകരണവും നിങ്ങളുടെ ജീവിതങ്ങളിലെ, നമ്മുടെ കുഞ്ഞുങ്ങളിലെ, ദമ്പതിമാരിലെ, മാതാപിതാക്കന്മാരിലെ ധാരാളമായിട്ടുണ്ടാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ.